ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നോക്കിയേ, എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ dy/dx എന്ന് എഴുതും. അതായത് എന്തിലാണോ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അത് വെച്ച് തന്നെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അല്ലെ? dy/dx ആണ് കണ്ടുപിടിക്കുന്നത്, അതായത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ താഴെയുള്ളതാണ് നമ്മൾ മറ്റേ വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എക്സ് വെച്ച് തന്നെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² എന്ന ആൻസർ പറയും. കേട്ടല്ലോ. ഇനി ഈ ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു ഇപ്പൊ ഒരു k² എന്നുണ്ടായിരുന്നു വിചാരിച്ചു. എന്നിട്ട് നമ്മളോട് dy/dx കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ k² ആൻസർ വെറുതെ 2k എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ കൃത്യമാവുമോ? ഇല്ല. കാര്യം എന്താണ്, ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ kയിലാണ് വന്നിരിക്കുന്നത്, k² ആണ്, അല്ലെ? എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, k ഉപയോഗിച്ചാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല x ഉപയോഗിച്ചാണ്. ഈ താഴത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളുടെ എന്ത് ഉപയോഗിച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ y ഈക്വൽ ടു ഇത് k എന്ന് പറഞ്ഞ ഒരു എന്തിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്, അതായത് കെയിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ഈ കെയിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ വെറുതെ 2k മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ കൂടെ ഒരു സാധനം കൂടി ഇൻഡ്യൂ ചെയ്യണം. എന്താണ്, ഒരു dk/dx ഒക്കെ ഇൻഡ്യൂ ചെയ്യണം. അത് നമ്മളിപ്പോ നോക്കേണ്ട കാര്യമില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്കറിയേണ്ടത് ഒരു ഫംഗ്ഷൻ കെയിൽ തന്നാൽ y ഈക്വൽ ടു k² തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം. ഇപ്പൊ dy/dk ചോദിച്ചാൽ kയിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അപ്പൊ k ഉപയോഗിച്ച് തന്നെ ഡെറിവേറ്റീവ് എടുത്താൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, 2k. ഇനി y ഈക്വൽ ടു r² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു, ഇതിന്റെ ഡെറിവേറ്റീവ് dy/dr കണ്ടുപിടിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് r-ലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, r ഉപയോഗിച്ച് തന്നെയാണ് ഡെറിവേറ്റീവ് എടുക്കാൻ ചോദിച്ചേക്കുന്നത്. r² ഡെറിവേറ്റീവ് അപ്പൊ x² എടുക്കുന്ന പോലെ എടുക്കണം. x² ഡെറിവേറ്റീവ് എന്താണ്, 2x. അപ്പോ r² ഡെറിവേറ്റീവ് എന്താണ്, 2r. അല്ലെങ്കിൽ ഇതേ വേറൊന്നും പറയാം, y ഈക്വൽ ടു p². അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം dy/dp ചോദിച്ചാൽ എളുപ്പമല്ലടാ. അതായത് പിയിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, പി ഉപയോഗിച്ച് തന്നെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞിരിക്കുവാണ്. അപ്പൊ ആലോചിക്കേണ്ടത് എന്താണ്, p² ഡെറിവേറ്റീവ് മറ്റേ x² എടുക്കുന്ന പോലെ എടുക്കാം, ഒന്നും ഇൻഡു എന്ന് ചെയ്യണ്ട. p² ഡെറിവേറ്റീവ് എന്ത് എഴുതാം, നമുക്ക് 2p എഴുതാം, അല്ലേ? x² എടുക്കുന്ന പോലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്തോ എക്സ് അല്ലാതെ ഇപ്പൊ r² ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു r², അല്ലെങ്കിൽ y ഈക്വൽ ടു k², y ഈക്വൽ ടു p² എന്നൊക്കെ പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുന്നത് സെയിം സാധനം ഉപയോഗിച്ചാണോ നോക്കണം. സെയിം സാധനമാണ് ഉപയോഗിച്ചെടുക്കുന്നതെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സാധാ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുത്തോളണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ y ഈക്വൽ ടു t² പ്ലസ് 2t. എന്നിട്ട് നമ്മളോട് dy/dt ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, പഴയതുപോലെ തന്നെ എടുക്കാം. വേറെ എന്തെങ്കിലും ആണെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പൊ ടിയിലാണ് ഈ ഫംഗ്ഷൻ, ടി ഉപയോഗിച്ച് തന്നെയല്ലേ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ മറ്റേ പഴയ രീതിയിൽ തന്നെ എടുക്കണം. t² ഡെറിവേറ്റീവ് x² എടുക്കുന്ന പോലെ എടുക്കണം. x² ഡെറിവേറ്റീവ് 2x എന്ന് നമുക്കറിയാം. അപ്പൊ t² എന്താണ്, 2t പ്ലസ് 2tയുടെ ഡെറിവേറ്റീവ് വേണം. 2tയുടെ ഡെറിവേറ്റീവ് നമുക്ക് 2xന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ എടുക്കാം. 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2xന്റെ ഡെറിവേറ്റീവ് 2. അപ്പൊ 2tയുടെ ഡെറിവേറ്റീവ് എന്താണ്, 2. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത് അതേ പാരാമീറ്റർ ഉപയോഗിച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് നോക്കണം. അതേ പാരാമീറ്റർ ഉപയോഗിച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ ഒരു മാറ്റവും ഇല്ല, പഴയതുപോലെ ചെയ്യണം. കേട്ടല്ലോ. ഇനി ഇപ്പൊ കെയിൽ തന്നു, എന്നിട്ട് കെ ചോദിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ വെറുതെ അത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഒരു സാധനം ഇൻഡ്യൂ ചെയ്യണം. അത് നമുക്കിപ്പോൾ പഠിക്കാനില്ല, അത് നമ്മൾ വൈയുടെ കേസിലൊക്കെ പറഞ്ഞതാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ്, ഒറ്റ കാര്യം, ഏതിലാണോ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. കേട്ടോ, ടിയിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അപ്പൊ ടി ഉപയോഗിച്ച് തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. ആറിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അപ്പൊ ആർ ഉപയോഗിച്ച് തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് പാരാമെട്രിക് ഫംഗ്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ചെയ്തു തുടങ്ങാം. ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡാണ്, ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു, ഈ മോഡലിൽ ഒരു ചോദ്യം, ഒരു ഇക്വേഷൻ കാണാത്ത പഠിക്കണം, അത് നമുക്കൊരു മോഡൽ ചെയ്തിട്ട് പറയാം, അതാണ് എളുപ്പം. ഇത് ശ്രദ്ധിച്ചു. ഈ മോഡൽ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്, വൈയും
ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടി ഉപയോഗിച്ചുള്ള ഡെറിവേറ്റീവ് ആണോ? അല്ല, നമ്മളോട് സാധാ dy/dx ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മോഡൽ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ്. ഈ മോഡൽ മനസ്സിലാക്കാൻ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ രണ്ട് എക്സും വൈയും ടിയിൽ തരാം, അല്ലെങ്കിൽ എക്സും വൈയും തീറ്റയിൽ തരാം, എക്സും വൈയും ആറിൽ തരാം. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ തന്നു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ തന്നു കഴിഞ്ഞാൽ dy/dx എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എക്സ് ഈക്വൽ ടു ടി ക്യൂബാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം നോക്കിയേ, ഏതിലാണോ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അതായത് ടി ക്യൂബ്, ടിയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം dx/dt അല്ലേ. ടിയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അപ്പൊ നമുക്ക് dx/dt ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം, ഒരു പ്രശ്നവുമില്ല. ടി ക്യൂബ് എക്സ് ക്യൂബ് കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കാം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 3x². അപ്പൊ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഈ 3 ഇങ്ങോട്ട് വന്ന് 3t² എന്ന് വരും. ഒന്നും കൂടുതലൊന്നും ഇൻറ്റു ചെയ്യണ്ട. എക്സ് ഈക്വൽ ടു ടി ക്യൂബ് തന്നിരിക്കുന്നത് കാരണം നമ്മൾ dx/dt കണ്ടുപിടിക്കും. അതുപോലെ y ടിയിലാണ് തന്നിട്ടുള്ളത്, y ഈക്വൽ ടു 3t² ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് dy/dt ആണ്. അത് കണ്ടുപിടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 3x² കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 3 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ വെച്ചു. t² ഡെറിവേറ്റീവ് x² ചെയ്യുന്ന പോലെ, x² ഡെറിവേറ്റീവ് എന്തായിരുന്നു? 2x. അപ്പൊ ഇതെന്താണ്? 2t. അപ്പൊ ആൻസർ എന്ത് തോന്നുന്നു? 6t. 3 × 2 എത്ര കിട്ടി? 6t. അപ്പൊ ശ്രദ്ധിച്ച്, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾ dx/dt കണ്ടുപിടിക്കണം, dy/dt കണ്ടുപിടിക്കണം. ഇത് ടിയിലെ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് dt നമ്മൾ ചെയ്തത്. വേറെ എന്തെങ്കിലും ആയിരുന്നു, വേറെ എന്താ അത് ഉപയോഗിച്ച് ചെയ്തേനും. ഇപ്പൊ നമുക്ക് dx/dtയും dy/dtയും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ള dy/dx അല്ലേ. dy/dx കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ, dy/dx. അപ്പോൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേളിൽ dy അല്ലേ, അതുകൊണ്ട് ഈ കണ്ടുപിടിച്ചതിൽ dy/dt നമ്മൾ മേളിൽ എഴുതും, താഴെ എന്തെഴുതും? dx/dt എഴുതും. ഇനി ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ, നമ്മൾ മേളിലും താഴെയും രണ്ട് ഫ്രാക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരുന്നത്? മേളത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതും dy/dt, താഴെയുള്ളത് റെസിപ്രോക്കൽ എടുത്ത് എഴുതും. അപ്പൊ എങ്ങനെ വന്നു? dx/dt തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടി? dt/dx കിട്ടി. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഡിറ്റിയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും. നോക്കിയേ, അപ്പൊ dy/dx കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? dy/dt-നെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഡിവൈഡ് ചെയ്യാം, ഇത് സിമ്പിൾ പരിപാടി. നമുക്ക് dy/dx വേണം. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, മേളിൽ എന്താണ് വന്നിട്ടുള്ളത്? dy ആണ്. അപ്പൊ dy/dt-യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് എഴുതിയെന്നും വേണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. dy/dx കണ്ടുപിടിക്കാൻ dy/dt-നെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. dy/dt നമ്മൾ കണ്ടുപിടിച്ചു. എന്താണിത്? ഇതേ കിടക്കുന്നു 60. എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ dx/dt വേണം. dx/dt നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 3t². നോക്കിയേ, ഈ 6ഉം 3യും കൂടി ക്യാൻസൽ ചെയ്ത് മേളിൽ 2 എഴുതാം. ഒരു ടിയും t² ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ മേളിൽ എന്തുണ്ട്? 2 ഉണ്ട്, താഴെ എന്തുണ്ട്? ഒരു t ഉണ്ട്, 2/t. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഇത് മാത്രമാണത്. dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? dy പറഞ്ഞിരിക്കുന്ന കാരണം dy/dt/dx/dt ചെയ്യണം. ഏത് ചോദ്യമാണെങ്കിലും അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്യാം. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ചെറിയ സംശയങ്ങളൊക്കെ അങ്ങോട്ട് മാറും. ശ്രദ്ധിച്ചു. അപ്പൊ നോക്കിയടാ, ഇതുപോലത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? എക്സ് ടിയിലാണ് വന്നിട്ടുള്ളത്, വൈയും ടിയിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് dy/dt ഒന്നും അല്ല ചോദിച്ചേക്കുന്നത്, dy/dx ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് എക്സ് തന്നിരിക്കുന്ന ടിയിലാണ്, അപ്പൊ നമ്മൾ dx/dt ചെയ്യും. എങ്ങനെ ചെയ്യും? x⁵5 എടുക്കുന്ന പോലെ തന്നെ എടുക്കും. ഈ 5 താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ 5t⁻1 കുറച്ച് 4. കേട്ടല്ലോ. ഇനി ഇവിടെ y തന്നിരിക്കുന്ന കാരണം വൈയും ടിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ dy/dt കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും? 6 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. ഇനി t³ കണ്ടുപിടിക്കണം. 3 താഴത്തേക്ക് ഇറങ്ങി വരും. 3t1 കുറച്ച് സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര വന്നു നോക്കി? 6 × 3 എത്രയാണ്? 18t². ഇനിയാണ് സിമ്പിൾ പരിപാടി. നമുക്ക് dy/dx കണ്ടുപിടിക്കണം. ഒന്നുമില്ല, അതേ നോക്കിയടാ, dy/dx കണ്ടുപിടിക്കണം. മേലിൽ എഴുതേണ്ടത് എന്താണെന്നാ പറഞ്ഞത്? dy പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾ കണ്ടുപിടിച്ചതിൽ dy ഉള്ള സാധനം dy/dt.
താഴെ എഴുതേണ്ടത് dx/dt. ഇത്ര ഉള്ളടാ. ഇനി അങ്ങോട്ട് എഴുതിക്കേ, dy/dt അല്ലേ മേളിൽ വേണ്ടത്, 18t² ബൈ dx/dt ആണ് താഴെ വേണ്ടത്, 5t⁴. നോക്കിയേ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2t²ഉം ഇവിടുത്തെ 2t² ക്യാൻസൽ ചെയ്തപ്പോൾ ബാക്കി 2 അപ്പൊ മേളിൽ 18 ഉണ്ട്, താഴെ 5t². ഇത്രേ ഉള്ളൂ. എളുപ്പമില്ലടാ, ഇത്രേ ഉള്ളൂ. ഇനി ടി അല്ലാതെ വേറെ ഏതെങ്കിലും ചോദിച്ചാലോ? ശ്രദ്ധിച്ചോ, സിമ്പിൾ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഇത് ടിയിൽ ചോദിക്കാം അല്ലെങ്കിൽ തീറ്റയിൽ ചോദിക്കാം. ഇവിടെ നോക്ക്, x = a cos θ, y = a വേണ്ട b sin θ. y = എത്രയാണ്? b sin θ. അതായത് x = a cos θ, y = b sin θ. രണ്ടും പറഞ്ഞിട്ടുള്ളത് എന്തിലാണ്? തീറ്റയിലാണ് അല്ലെ, തീറ്റയിലാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ dx/dt കണ്ടുപിടിച്ചാൽ മതിയാ? അല്ല, തീറ്റയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം d തീറ്റ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. a കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. cos തീറ്റയുടെ ഡെറിവേറ്റീവ്, cos x-ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? -sin x. അപ്പൊ cos തീറ്റയുടെ എന്താണ്? -sin θ. അത്രേ ഉള്ളൂ. അപ്പൊ -sin θ. നീറ്റ് ആയിട്ട് എഴുതിയാൽ ഈ മൈനസ് ആദ്യം കൊടുക്കാം, -a sin θ. ക്ലിയർ ആയില്ലടാ? അടുത്തത് ഇവിടെയും dy ഏതാണോ തന്നിരിക്കുന്നത്, തീറ്റയല്ലേ, അപ്പൊ d തീറ്റ കൊടുക്കും. b കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. sin തീറ്റയുടെ ഡെറിവേറ്റീവ്, sin x-ന്റെ cos x ആണ്, sin തീറ്റയുടെ എന്താണ്? മൈനസ് അല്ല, cos θ. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? എഴുതി വെച്ചു നമ്മള്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് dy/dx ആണ്. എന്ത് ചെയ്യാം? dy മേളിൽ പറഞ്ഞിരിക്കുന്ന കാരണം മേളിൽ dy/d തീറ്റ എഴുതണം, താഴെ എന്താണ്? dx/d തീറ്റ എഴുതണം. എടാ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയേക്കണേ, ഇല്ലെങ്കിൽ മാർക്ക് വരത്തില്ല. അപ്പൊ മേളിൽ dy/d തീറ്റ എന്താണ്? b cos θ ബൈ എന്താണ്? താഴെ dx/d തീറ്റ എന്താണ്? -a sin θ. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ആ മൈനസ് മേളിൽ കൊടുക്കാം, എന്നിട്ട് b/a എന്ന് എഴുതാം. ഇനി sin cos θ sin θ, പിന്നെ ഉള്ളത് ഇതല്ലടാ, cos θ sin θ. cos θ sin θ എന്തായിരുന്നു? sin θ cos θ tan θ ആയിരുന്നു. അപ്പൊ തിരിച്ചിടുന്നത്, അപ്പൊ എന്ത് വരും? -b/a cos θ sin θ എന്താണ്? cot θ. മറന്നു പോകരുത് കേട്ടല്ലോ. അപ്പൊ പാരാമെട്രിക് ഫംഗ്ഷൻ ഇനി കണ്ടാൽ മനസ്സിലാവുമല്ലോ. x ഒരു സാധനത്തിൽ തരും, y അതേ സാധനത്തിൽ തരും, എന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കും? dy/dx ചോദിക്കും. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഈ പാരാമെട്രിക് ഫംഗ്ഷൻസ്. നിങ്ങളൊരു കഴിഞ്ഞൊരു അടുപ്പിച്ചുള്ള 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഈ പാരാമെട്രിക്കിൽ നിന്നാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പമാണ്, വെറുതെ ചെയ്യാൻ. ഇത്രേ ഉള്ളൂ. ഏത് പാടുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഇതൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ ഇത് വെറുതെ മാർക്ക് കളയരുത്, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചോളൂ. അപ്പോൾ അടുത്ത പാർട്ടി കാണാം.